ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി മീൻകറിയുടെ റെസിപ്പിയാണ്. അതായത് ഈ മീൻകറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതിനകത്ത് പുളിയൊക്കെ നന്നായിട്ട് ഈ മീനിൻ്റെ കഷ്ണത്തിൽ പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഒന്ന് കണ്ടേച്ചു വരാം. നമുക്കതിനു വേണ്ടി വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. നമുക്കിതിന് വേണ്ടി മുളക് പൊടി വേണം, കടുക് വേണം, കാശ്മീരി ചില്ലിയും സാദാ മുളക് പൊടിയും വേണം, മഞ്ഞൾപ്പൊടി വേണം. ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ചതച്ചെടുത്ത വെളുത്തുള്ളി, അത് ഞാനിവിടെ ഒരു 2 കുടം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം 1 കിലോ മീനിൻ്റെ അളവാണ് പറയുന്നത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ ചെറിയ ഉള്ളി വേണം. ചെറിയ ഉള്ളി ഞാൻ ഇത്രയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, ഒരു 10-20 കഷ്ണം കാണും ഇത്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില വേണം. അപ്പോൾ ഈ മീന് നമ്മുടെ മോത എന്ന് പറയുന്ന മീനാണ്. അതിനിയും വേറെ പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മോത എന്നാണ് ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മുടെ തോട്ടുപുളി അല്ലെ മീൻപുളി എന്നൊക്കെ പറയും, കുടംപുളി എന്ന് പറയും, അതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ്. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ കഴുകി വെച്ചിരിക്കുന്ന ഈ തോട്ടുപുളി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ മീൻ കറിയുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ഈ കുടംപുളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതായത് ഉരുക്കിയെടുക്കുക എന്ന് പറയും. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് വെള്ളം ഒഴിച്ചു. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാമേ. ഇത് ഏകദേശം തിളയ്ക്കാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുടംപുളി അല്ലെ തോട്ടുപുളി എന്ന് പറയും, കുടംപുളി ഇട്ട വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഗ്യാസിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ മീൻ കറിക്ക് വെളിച്ചെണ്ണ ആയിരിക്കും ഒന്നുകൂടെ ബെറ്റർ. അപ്പം വെളിച്ചെണ്ണ വേണ്ട എന്നുള്ളവർക്ക് മറ്റേതെങ്കിലും ഓയിൽ ചേർക്കാം. അപ്പോൾ ആ വെളിച്ചെണ്ണയിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് ഈ 1 ടീസ്പൂണ് ഉലുവയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഉലുവ ഒന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയ ഉള്ളി. ഇനി ഇത് 3ഉം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴണ്ട് വരണം. വഴണ്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ നിറമാകണം. ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകരുത്. ഒരു ഗോൾഡൻ നിറമാകുന്നിട വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ മീൻകറി എന്ന് പറയുന്നത് നമ്മൾ വെച്ചിരുന്ന് കൂട്ടുന്ന മീൻകറി ഉണ്ടല്ലോ, ഒരു ദിവസം പഴകി നമ്മൾ വെച്ചിരുന്ന് കൂട്ടുന്ന മീൻകറിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് പുളിയൊക്കെ പിടിച്ച് ആ ഒരു ടേസ്റ്റാണ് നമുക്ക് ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ആദ്യം ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ സാധാരണ നമ്മുടെ എരിവുള്ള മുളക് പൊടി. അപ്പോൾ നമ്മൾ
കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് നല്ല കളറും കിട്ടും, എരിവ് കുറഞ്ഞു ഇരിക്കും. അതിനാണ് ഇത് ചേർക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് ഇതൊന്ന് കളറ് മൂത്ത് വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പം സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ കറുത്തു പോവും. അത് കരിഞ്ഞു പോയാൽ പിന്നെ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ട് സിമ്മിലിടണേ. ഇനിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം നമ്മൾ ചേർക്കുന്നത്. അതായത് നമ്മൾ പുളി തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പുളിയും കൂടെ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്കിടാം, അതല്ലെങ്കിൽ പുളി നന്നായിട്ട് ഇറങ്ങിയ വെള്ളമാണല്ലോ, അപ്പം പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിനകത്തുനിന്ന് 1-2 പുളിയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പം ഗ്രേവി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ബാക്കിയുള്ള പുളിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ആവശ്യത്തിന് പുളി അനുസരിച്ച് ചേർക്കാവുള്ളൂ. ഞാനിപ്പോൾ ഇത്രയും പുളി ഇട്ടു എന്ന് പറഞ്ഞാൽ അത്രയും പുളി ഇടരുത്. നിങ്ങൾക്ക് ആവശ്യത്തിന് എത്ര പുളി വേണോ അത്രയും പുളിയെ ചേർക്കാവുള്ളൂ. ചേർത്ത് വേണം വെള്ളം തിളപ്പിക്കാൻ. ചിലർക്ക് പുളി ഇഷ്ടമില്ലാത്തവരുണ്ട്, അധികം പുളി മീനിന് ഇഷ്ടമില്ലാത്തവരുണ്ട്. ചിലർക്ക് മീൻകറിക്ക് നല്ല പുളി വേണം, അപ്പോൾ അതനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമ്മളിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണേ. അപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി നമുക്കിത് പീസാക്കി കിട്ടിയ മീനാണ്, നമുക്കതുകൊണ്ട് ഒന്നും ക്ലീൻ ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒരു സ്പൂണോ തവിയോ വെച്ച് നന്നായിട്ട് ഈ കഷ്ണങ്ങൾ മൂടി കിടക്കത്തക്കവണ്ണം ആ ചാറ് ഗ്രേവിയൊക്കെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തീയെ അല്പം കൂട്ടി കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലോട്ട് നമുക്ക് തീയെ ഫ്ലെയിം ആക്കി കൊടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അന്നേരം തന്നെ നമുക്ക് അല്പം കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കണം. അതായത് നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരുന്നിടം വരെ നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഗ്രേവിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലാണ്. ഗ്രേവി ഒത്തിരി വേണമെന്നുള്ളവർ അല്പം കൂടെ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഒത്തിരി വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഒന്ന് പെരണ്ടിരിക്കുന്ന ആ ഒരു ടൈപ്പിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പം നോക്കിയാൽ നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അതായത് ഉപ്പ് കുറവുണ്ട്, നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം.
അപ്പോൾ ഉപ്പ് അല്പം കുറവായിട്ട് എനിക്ക് തോന്നി, അപ്പം അല്പം കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് സ്പൂണൊന്നും ഇടണ്ട, സ്പൂണും തവിയൊന്നും ഇടണ്ട, കൈ വെച്ച് തന്നെ അതിൻ്റെ ഹാൻഡിലെ പിടിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇനിയും മൂടി വെച്ചു. അപ്പം നമ്മളിതിന് കോമ്പിനേഷനായിട്ട് നല്ല അടിപൊളി കപ്പ ഇവിടെ കിട്ടിയിട്ടുണ്ട്. കപ്പ വേവിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം അതിവിടെ ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്, കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചെയ്യണം. അതായത് ലാസ്റ്റിൽ അല്പം പച്ച വെളിച്ചെണ്ണ മുകളിൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് തീ ഓഫ് ചെയ്തിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. പിന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ചു വെക്കാം. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങുന്നിടം വരെ അടച്ചു വെക്കാം. അത്രയേ ഉള്ളൂ. അപ്പം കോമ്പിനേഷനായിട്ട് കപ്പയാണ്. കപ്പയും നമ്മുടെ അടിപൊളി മോദക്കറി മീൻ കറിയുമാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ വേറൊരു വീഡിയോയുമായി വരാം.